ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കയിൽ ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും റാലി ചെയ്യുകയാണ്. ഇന്നലെ നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഡൗ ജോൺസ് റസൽ 2000 ഇൻഡെക്സിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെസ്ല 8% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. Q2 റിസൾട്ട് വന്നത് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഗൈഡൻസും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ ടെസ്ല സ്റ്റോക്കിൽ കണ്ടത്. മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. എൻവിഡിയ ക്ലോസ് ചെയ്തിരിക്കുന്ന റെക്കോർഡ് ഹൈയിലാണ്. $4.24 ട്രില്യൺ എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതോടൊപ്പം തന്നെ US ഇന്നലെ പുറത്തു വന്ന ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ 6ാമത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ലെസ് ജോബ്ലെസ് ക്ലെയിംസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ എക്കണോമി വളരെ സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഡോളർ സ്ട്രെങ്തൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഗോൾഡ് പ്രൈസിലും ഇന്നലെ സ്ലൈറ്റ് വീക്ക്നെസ് കണ്ടിട്ടുണ്ട്. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3,367 പെർ ഔൺസിനാണ്. അതേസമയം മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലും അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേജറായിട്ടുള്ളൊരു കമോഡിറ്റി സിൽവറാണ്. സിൽവറിൻ്റെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സിൽവർ $40 പെർ ഔൺസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ പ്രൈസും ഒരു പക്ഷേ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബ്രൻഡ് ക്രൂഡ് ഓയിലും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ബ്രൻഡ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലും. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 86.41 രൂപ പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും മിക്കവാറും സ്ലൈറ്റ്ലി വീക്കൻ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 2133.69 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2617.14 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിഫ്റ്റി 25,000 താഴെ ഓപ്പൺ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റിസൾട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഒരുപക്ഷെ മാർക്കറ്റിൽ കണ്ടേക്കാം. അനന്തരാജ് ഇൻഡസ്ട്രീസ് മാത്രമാണ് സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്പനികളുടെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള സ്റ്റോക്കുകൾ ഒന്ന് അഡാനി എൻ്റർപ്രൈസസ്, അതോടൊപ്പം തന്നെ സംഭവ് സ്റ്റീൽ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. Q1 റിസൾട്ട് പുറത്തു വിട്ടിരിക്കുന്ന എക്സലൻറ്റ് റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ റെയിൽടെൽ 10.05 crore ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഓർഡറും കൂടി ബാഗ് ചെയ്തിട്ട് 40 കോടി രൂപയ്ക്കുള്ള ഒരു ഓർഡറും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സ്മോൾ ഓർഡേഴ്സ് റെയിൽടെലിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിപ്രോ സൗദി അറേബ്യയിലത്തെ ഒരു കമ്പനിയായിട്ടൊരു അഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ട്. സ്മാർട്ട് ഗ്രിഡ് ഓപ്പറേഷന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും വിപ്രോനെ സംബന്ധിച്ച് ലോങ് ടൈം ഓർഡറാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇപാക് ഡ്യൂറബിൾസ് ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ബൂബ്ജിൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സൗത്ത് കൊറിയയിലത്തെ ഇലക്ട്രോണിക്സ് കമ്പനി ആയിട്ടാണ് TV സ്പീക്കേഴ്സ്, സൗണ്ട് ബാർസ്, മറ്റ് ഓഡിയോ എക്യുപ്മെൻറ്റുകളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഇപാക് ഹോൾഡ് ചെയ്യാൻ പോകുന്ന. 66.67% ഈ ജോയിൻറ്റ് വെഞ്ചറിൽ. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് 80 കോടി രൂപയുടെ ഓർഡർ, അതുപോലെ തന്നെ 141.25 കോടി രൂപ ഓർഡർ, ടോട്ടൽ 221 കോടി രൂപ വർത്ത് ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സ് 563 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. GR ഇൻഫ്ര പ്രൊജക്റ്റ് 290.23 കോടി രൂപയ്ക്കുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പിക്കാഡിലി അഗ്രോ പുതിയൊരു സിംഗിൾ മാൾട്ട് വിസ്കി കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ദ്രി അഗ്നേയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സിംഗിൾ മാൾട്ട് വിസ്കി പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഒരു ഇൻകമിങ് MNC കൂടിയാണ് പിക്കാഡിലി അഗ്രോ. ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ്. മറ്റ് IPO ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മെയിൻ ബോർഡ് IPO GNG ഇലക്ട്രോണിക്സ് ഇന്ന് ക്ലോസ് ചെയ്യാണ്. ഇന്നലെ വരെ 27.55 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ BSE SMBയിൽ സജസ്റ്റ് ചെയ്തിരുന്ന മൊണാർക്ക് സർവേയേഴ്സ് 250.65 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്ന ഒരു BSE SME IPO
ശ്രീ റെഫ്രിജറേഷൻസ് ലിമിറ്റഡ് ആണ്. 1000 മാർക്കറ്റിലോട്ട്. അപ്പർ പ്രൈസ് ബാൻഡ് 125. 2 ലോട്ടുകൾ അപ്ലൈ ചെയ്യേണ്ടി വരും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. നല്ലൊരു കമ്പനിയാണ്. ഹൈ പെർഫോമൻസ് ചില്ലേഴ്സ്, റെഫ്രിജറേഷൻ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. മറീൻ ഓപ്പറേഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. ധാരാളം ഓർഡേഴ്സ് കയ്യിലുള്ളൊരു കമ്പനിയും കൂടിയാണ്. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന NSDL IPO ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 30 ഓപ്പൺ ചെയ്ത് ഓഗസ്റ്റ് 1 ഈ IPO ക്ലോസ് ചെയ്യുന്നത്. 760-800 പ്രൈസ് ബാൻഡ്. അപ്പർ പ്രൈസ് ബാൻഡ് 800 ഫിക്സ് ചെയ്തിരിക്കുന്നത്. IDBI ബാങ്ക് 2.22 കോടി ഷെയറുകൾ വിൽക്കുന്നുണ്ട്. ഈ വർഷത്തെ ഈ ക്വാർട്ടർ ബാലൻസ് ഷീറ്റിൽ IDBIനെ സംബന്ധിച്ച് 1776 കോടി രൂപ എക്സസ് വരെയാണ്, പ്രോഫിറ്റ് കയറി വരികയാണ്. അതോടൊപ്പം തന്നെ NSE 1.8 കോടി ഷെയറുകൾ വിൽക്കുകയാണ്. NSEയുടെ ഈ ക്വാർട്ടർ റിസൾട്ടിൽ 1200 കോടി രൂപ ക്യാപിറ്റൽ ഗെയിൻ വരികയാണ്. അതോടൊപ്പം തന്നെ SBI വിൽക്കുന്നുണ്ട്. HDFC ബാങ്കും ചെറിയ ക്വാണ്ടിറ്റി സ്റ്റോക്കുകൾ വിൽക്കുന്നുണ്ട്. NSDL 26.61% ഹോൾഡ് ചെയ്യുന്നത് IDBI ആണ്. അതോടൊപ്പം തന്നെ 24% ഹോൾഡ് ചെയ്യുന്നത് NSEയും കൂടിയാണ്. അപ്പോൾ NSEയുടെയും IDBI ബാങ്കിൻ്റെയും ഈ ക്വാർട്ടർ റിസൾട്ടിലെ ഈ പ്രോഫിറ്റ് കയറി വരും. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് NSE സ്റ്റോക്കിനെ സംബന്ധിച്ചും IDBI ബാങ്കിനെ സംബന്ധിച്ചും. അപ്പോൾ NSDL IPOയിൽ അപ്ലൈ ചെയ്യാം. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. മാർക്കറ്റിൽ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ US ഇന്ത്യ താരിഫ് ഡീൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ വന്നേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.